പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ ലോഡ്ജുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകൾ നടക്കുന്നത്. ഇതിനായി യുവതികളെ ഉൾപ്പെടെ ലഹരി സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി എളമകരക്കരയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ യുവതിയടക്കം 5 പേർ പിടിയിലായി. കഞ്ചാവ്, കൊക്കൈൻ, MDMA എന്നിവയാണ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എളമക്കരയിലെ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് മുൻപ് തന്നെ ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് എക്സൈസിനും പോലീസിനും ഒക്കെ വിവരങ്ങൾ ലഭ്യമായതുമാണ്. ഇത് ഒരു കൊച്ചിയിലെ ഒരു ലഹരി മാഫിയയിലെ പ്രധാനികളാണ് ഈ പിടിയിലായത് എന്ന വിവരങ്ങളാണോ പോലീസിന് ലഭ്യമായിട്ടുള്ളത്? ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഒരു സംഘമാണ് പിടിയിലായത്. ഇതിൽ കൂടുതലും ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പാലക്കാട് നിന്ന് മോഡലിങ്ങിനായും മറ്റും കൊച്ചിയിലെത്തിയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അൽക്ക ബോണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ സംഘത്തിലുള്ളത്. ആ പെൺകുട്ടി അടക്കം 5 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇവിടെ എളമക്കര കേന്ദ്രീകരിച്ചുള്ള വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ലോഡ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ളത്. മുൻപ് 3-4 തവണ ഇത്തരം ലഹരി സംഘങ്ങളെ അവിടുന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പോലീസ് കൂടുതൽ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 3-4 തവണ ഒരേ ലോഡ്ജിൽ തന്നെ ഇതിനുള്ള താവളം ഒരുക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഹോട്ടൽ വരിക, ഇത്തരം സാഹചര്യത്തിൽ ഈ ഹോട്ടലിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീക്കാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അല്ലെ, അങ്ങനത്തെ ഒരു ആലോചന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എളമക്കര പോലീസ് നമ്മളെ അറിയിക്കുന്നത്. അതേസമയം 5 പേര് ഈ സംഘത്തിലുണ്ട്. MDMA അടക്കമുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് നൽകുന്നത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ മോഡലിംഗിന് എത്തിയവരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഈ മോഡലിംഗിന്റെ മറവിൽ ഉൾപ്പെടെ ഇതേ രീതിയിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടതല്ലേ? ഈ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ സംഘമാണെന്ന് പറയുന്നു. ഈ ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി എത്തിച്ചതെന്നാണോ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്? അതെട്ടോ, ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി എത്തിച്ചത് എന്നാണ്. ഈ പിടിക്കപ്പെട്ട ആളുകളെല്ലാം മലയാളികൾ തന്നെയാണ്. പാലക്കാടും മലബാറും കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളെയാണ് കൂടുതലും പിടികൂടിയിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അതേസമയം ഈ ഹോട്ടലിന്റെ അതോറിറ്റി, അതിന്റെ ഉടമസ്ഥർ മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്കും അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കുമുള്ള അന്വേഷണം കൂടി നീങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗുണ്ടാ സംഘങ്ങളുടെയും ലഹരി മാഫിയകളുടെയും തുടർച്ചയായിട്ടുള്ള ഈ കൊച്ചി നഗരത്തിലെ ഇടപെടലുകളെ പറ്റിയുള്ള തുടർച്ചയായി നമ്മൾ വാർത്ത ചെയ്യുന്നുണ്ട്. ഇത് ലഹരി സംഘത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അതിനെതിരെ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്, എത്രത്തോളം ജാഗ്രത പോലീസ് കാണിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചോദിച്ചതുമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായ കൊലപാതക ബിനോയ് സ്റ്റാൻലി എന്ന് പറയുന്ന ആളെ 20ഓളം തവണ കുത്തിയ ശേഷം ഒരാൾ കൊലപ്പെടുത്തിയ സംഭവം. അലൻ ജോസ് എന്ന് പറയുന്ന ആ പ്രതി മയക്കുമരുന്നിന് അടിമയായിരുന്നു. അയാളെ മയക്കുമരുന്ന് കേന്ദ്രത്തിൽ കൊണ്ടുപോയതിന്റെ മുൻവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആ ഭാഗത്തെത്തിയപ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാർക്കും ആശങ്കയോടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇവിടുത്തെ ചെറു സംഘങ്ങൾ ഇപ്പോൾ നടപാടുന്ന പല അക്രമ കേസുകളും കൊലപാതക കേസുകളും പരിശോധിച്ചാൽ അതിന് പിന്നില് ലഹരിയുണ്ട്, ലഹരി മാഫിയാണ് എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിനടക്കം ലഭ്യമായിരുന്നു. നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിലെ കൊലപാതകം ഉൾപ്പെടെ പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ ഈ പിടിയിലായ ഈ യുവാക്കളെ അവർ പോലീസ് സ്റ്റേഷനിൽ പിടിയിലായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ യാതൊരു കൂസലമില്ല. കാരണം പോലീസിന്റെ മുൻപിൽ പോലും യാതൊരു കുറ്റബോധവും. മുൻപൊക്കെ യുവതികളൊക്കെ പിടിയിലാകുമ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ അറിയാം, മാനസികമായി തകർന്നു പോകും. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ നിൽക്കാനുള്ളൊരു മനോധൈര്യം പോലും അവർക്ക് ഉണ്ടാകില്ല. പക്ഷേ യാതൊരു കൂസലമില്ലാതെയാണ് ഇന്നത്തെ യുവാക്കൾ ഈ ലഹരി കേസിലൊക്കെ പിടിയിലാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അടക്കം പെരുമാറുന്ന അവരുടെ ഒരു സ്വഭാവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ
മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. വീണ്ടും ലഹരി ഇടപാടുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായാലും വീണ്ടും പുറത്തിറങ്ങാമെന്നറിയാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാലും വീണ്ടും ലഹരി ഇടപാടുകളുമായി മുന്നോട്ട് പോകും. അത് തന്നെയല്ലേ ഇവരുടെയൊക്കെ ഒരു ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആജ്ഞ? സൂചിപ്പിച്ചത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കുട്ടികൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു കൂസലുമില്ലാതെയാണ് ഈ വിഷ്വൽ എടുക്കുന്ന ആളുകളെ അല്ലെ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. ഇതൊക്കെ ആളുകൾ കാണാൻ പോവുകയാണ്. അല്ലെങ്കിൽ തങ്ങൾ ചെയ്തത് ഇത്ര വലിയൊരു ക്രൈമാണ് എന്ന് മനസ്സിലാക്കുന്നില്ലയോ എന്നുള്ളതാണോ, അതോ ഇത്തരം ക്രൈമുകൾ ചെയ്താലും ടോം സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾക്കകം തങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും എന്നൊരു സാഹചര്യമാണ് നമ്മുടെ നിയമാവലി മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു വീക്ഷണമാണോ എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ മുൻപ് സൂചിപ്പിച്ച കേസിലും ഫോർട്ട് കൊച്ചി കേസിലും തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതിക്ക് യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി പോലീസുകാർക്കൊപ്പം ക്യാമറകൾക്ക് മുന്നിലൂടെയും നാട്ടുകാർക്ക് മുന്നിലൂടെയും നടന്നുപോയത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബോൾഡ്നെസ് എങ്ങനെയാണ്, അത് പ്രത്യേകിച്ചും കുറ്റകൃത്യം ചെയ്ത ശേഷമുള്ള ഒരു ബോൾഡ്നെസ്, ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധൈര്യം എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഈ ഒരു ഉറപ്പോടു കൂടി ഇറങ്ങി ചെല്ലുന്നത് എന്നുള്ളത് അത്യാവശ്യം ആശ്ചര്യകരമായ ഒരു സംഭവം തന്നെയാണ് എന്ന് ടോം സൂചിപ്പിച്ച ആ ഒരു നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപക്ഷെ ഇമ്മൻസ്ലി കിട്ടുന്ന പണമായിരിക്കാം, അതല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയായിരിക്കാം. പലരും മോഡലിംഗിന്റെ പേരിലാണ് ഈ ഒരു സംഘത്തിൽ ചെന്ന് തലവെക്കുന്നതോ അതല്ലെങ്കിൽ മോഡലിംഗിന്റെ മറവിലാണ് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. മുൻപും നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ കൊച്ചി നഗരത്തിൽ അവരെ പിടികൂടുന്നു. ഇവർ ലഹരി ഇടപാടിനായി എത്തിയതാണോ, ലഹരി വിൽപ്പനയ്ക്കായി എത്തിയതാണോ, അതോ ലഹരി ഉപയോഗമായിരുന്നോ, ഒരു ലഹരി പാർട്ടി ആയിരുന്നോ അവിടെ നടന്നത്? ലഹരി കൈവശം വെച്ചതിനാണ് ഇവരെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ പിടികൂടിയപ്പോൾ അല്ലെങ്കിൽ ഇവരെ പരിശോധിച്ചപ്പോൾ ഇവരുടെ പക്കൽ നിന്നും ലഹരി കണ്ടെടുക്കുകയുണ്ടായി. ഇവരെല്ലാവരും ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ ഈ ലോഡ്ജുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ടിവിറ്റീസ് നിരന്തരം നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. 3-4 തവണ മുൻപും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ലോഡ്ജിലേക്ക് റെയ്ഡുമായി ബന്ധപ്പെട്ട പോലീസിന് ചെല്ലേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ എളമക്കരയിലെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ലോഡ്ജ് മാത്രമല്ല, കൊച്ചിയിലെ മറ്റ് ലഹരി വ്യാപാരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സംഘങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥലത്തെ പറ്റിയും ഇവരുടെ താവളങ്ങളെ പറ്റിയുമുള്ള ഒരു ബോധം പോലീസിന് ഉണ്ടാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലായിരിക്കും തുടർ ദിവസങ്ങളിൽ പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ആരാണ് ലഹരി എത്തിച്ചു നൽകിയത്, ബാംഗ്ലൂരിൽ നിന്നും ലഹരി എത്തിക്കുന്ന ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ, കൊച്ചിയിലെ മറ്റ് ലഹരി മാഫിയയിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം.